വനം മന്ത്രിയുടെ ഉത്തരവുണ്ടായിട്ടും 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കയ്യേറ്റം ചെയ്ത കൊന്നക്കുഴി സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജാക്സനെതിരെ തൃശൂർ CCF നടപടിയെടുത്തില്ല. CCF ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ സംരക്ഷിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അന്വേഷണം ഇന്നലെ വിജിലൻസ് മേധാവി ഏൽപ്പിച്ചത് പ്രേക്ഷകർ ഓർമ്മിക്കുക. കാരണം ഈ CCFന് മന്ത്രിയുടെ നിർദ്ദേശമൊന്നും വലിയ കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം വിശദാംശങ്ങൾ നൽകും. ദീപക്, ഗുഡ് മോർണിംഗ്. ഈ തൃശ്ശൂരിലെ CCF സർക്കാരിന് മുകളിലാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതായത് മന്ത്രി ഒരു നിർദ്ദേശം നൽകുക എന്നാൽ ഗവൺമെന്റിന്റെ ഉത്തരവാണ്. അത് ഏത് സർവീസ് ചട്ടം വെച്ചും കൃത്യമായി ഗവൺമെന്റിന്റെ ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരം ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സണെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള അന്വേഷണം, വസ്തുതാ അന്വേഷണം അടിയന്തരമായി നടത്താൻ വേണ്ടിയാണ് CCFന് മന്ത്രി നിർദ്ദേശം നൽകിയത്. സർക്കാരിന്റെ നിർദ്ദേശത്തെ പുല്ലുവില കൽപ്പിച്ചു ഈ CCF ആടരശൻ എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം അത്തരമൊരു അന്വേഷണം നടത്തിയില്ല. ഈ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു റിപ്പോർട്ട് അയക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് ഈ ജാക്സണെതിരെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഈ ഘടനാപരമായി തസ്തിക തലത്തിൽ ഈ പോലീസിലെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലൊക്കെ വരുന്ന ഉദ്യോഗസ്ഥനാണ്. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി CCF റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതായത് കേരള പോലീസിലെ DIG റാങ്കിലൊക്കെ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അത്തരം ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറാകുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ നിർദ്ദേശം, സർക്കാരിന്റെ നിർദ്ദേശത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ പോലും തൃശൂർ CCF ആടരശൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായക കാര്യം. ഇതിൽ നമുക്ക് അന്വേഷണത്തിൽ ഈ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ വലിയ രീതിയിൽ വനം വകുപ്പിൽ അഴിമതി നടക്കുന്നു. മാത്രവുമല്ല, ചില ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ അഴിമതി ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണ്. വനം വകുപ്പിൽ ബോട്ട് വാങ്ങിച്ചിട്ട് ബോട്ട് കാണാനില്ലാത്തതിന് വിജിലൻസ് അന്വേഷണം നേരിട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ മേഖലയിലുണ്ട്. പക്ഷേ എന്നാൽ ചിലരെല്ലാം ചില രാഷ്ട്രീയ സ്വാധീനം, ചില ഘടകകക്ഷി രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ചില സംരക്ഷണം ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സന് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മന്ത്രിയുടെ ഉത്തരവിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ പോലും ഈ സെൻട്രൽ സർക്കിൾ CCF ആടരശൻ തയ്യാറായില്ല, തൃശൂർ CCF തയ്യാറായില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇത് ഇന്നലെ തന്നെ മന്ത്രിക്ക് സൂചന ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇന്നലെ അന്വേഷണം വനം വിജിലൻസ് മേധാവി ഡോക്ടർ എൽ ചന്ദ്രശേഖരന് കൈമാറിയത്. വനം വിജിലൻസ് മേധാവിയോട് സർക്കാർ ഇന്നു തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്ന ഒരു വിവരം SKN, ഈ തൃശൂർ പൂരം സംബന്ധിച്ച് നടത്തിപ്പിലെ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന CCF സർക്കാരിനെതിരെ പ്രവർത്തിച്ചു എന്ന, സർക്കാർ നിലപാടിനെതിരെ പ്രവർത്തിച്ചു എന്ന ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുകയാണ് SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തെ മന്ത്രിയുടെ ഉത്തരവ് സർക്കാരിൻ്റെ ഉത്തരവ് തന്നെയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് പാലിക്കാത്ത ജീവനക്കാരൻ, അയാൾ എത്ര ഉയരത്തിലിരുന്നാലും ഏത് അരശനായാലും സർക്കാർ കടുത്ത നടപടിയെടുത്ത് മാതൃക കാണിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാര്യം ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ ധാർഷ്ട്യം സംസ്ഥാന സർക്കാർ വകവെച്ചു കൊടുക്കരുത്. അങ്ങനെ വന്നാൽ സാധാരണ ജനങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാകും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.